പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ കേരളത്തിലും നടപ്പിലാക്കുവാൻ തുടങ്ങിയപ്പോൾ തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നതാണ്. പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഏഹ്, മാറ്റുമെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മാറ്റുമെന്നും വിവിധ മുന്നണികളുടെ അവകാശവാദങ്ങളൊക്കെ നിലനിൽക്കുകയാണ് കെ എസ് ആർ ടി സിയിലേക്ക് പങ്കാളിത്ത പെൻഷൻ കടന്നു വരുന്നത്. കെ എസ് ആർ ടി സിയിലെ പങ്കാളിത്ത പെൻഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള പ്രശ്നം പങ്കാളിത്ത പെൻഷന് പങ്കാളിത്ത പെൻഷന്റെ രീതി അനുസരിച്ച് 10% തുക ആ ജീവനക്കാരൻ അവന്റെ ബേസിക് പേ സാലറിയുടെ 10% തുക ഈ പെൻഷൻ പദ്ധതിയിൽ നിക്ഷേപിക്കുകയും 10% ജോലിയെടുക്കുന്ന കോർപ്പറേഷൻ ഈ സ്ഥാപനം ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ കോർപ്പറേഷൻ സംബന്ധിച്ച് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഒരു വിധി വന്നിരിക്കുന്നു. ഒരു ജീവനക്കാരൻ നൽകിയ ഹർജിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി 10 ദിവസത്തിനകം ഈ ജീവനക്കാരന്റെ തുക നൽകുവാനും അല്ലാത്ത പക്ഷം KSRTC CMD കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടി വരും എന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പല വിധികളും KSRTC പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത് എന്ന് കോടതി മനസ്സിലാക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് ഏറ്റവും കൂടുതൽ കോടതി അലക്ഷ്യ കേസുകൾ നേരിടേണ്ടി വന്ന സ്ഥാപനം ഏതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, KSRTC. കാരണം നമ്മൾ തന്നെ പല കേസുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി KSRTCയിലെ ഒരു ചെക്കർ വിഭാഗം ജീവനക്കാരൻ പോലും അനുസരിക്കുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഹൈക്കോടതി വിധിയുമായിട്ട് ജോലിയിൽ റീജോയിൻ ചെയ്യിക്കണം എന്നുള്ള വിധിയുമായി ഒരു ഡിപ്പോയിൽ ചെല്ലുമ്പോൾ ആ വിധിക്ക് ഈ KSRTCയിലെ ഈ പറയുന്ന 10ാം ക്ലാസ് കണ്ടക്ടർ വന്നിട്ട് മൂത്ത് ATO ആയിട്ട് ഇല്ല DTO ആയിട്ട് ഇരിക്കുന്ന ഒരുത്തന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ പുല്ലുവിലയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് നൽകുന്നത്. ഇനിയിപ്പോ ഈ കാര്യത്തെക്കുറിച്ച് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഒരു ഹർജി നൽകുന്ന കാര്യം ഞാൻ എന്റെ പരിഗണനയിലെ സംഘടനയുടെ മുമ്പിൽ ഞാൻ വെച്ചിട്ടുണ്ട്. വെൽഫെയർ അസോസിയേഷൻ ഈ കാര്യം കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ്. KSRTC തുടർച്ചയായി നടത്തുന്ന ഇത്തരം കോടതി അലക്ഷ്യങ്ങൾ ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട ഭരണഘടനയെ, ബഹുമാനപ്പെട്ട കോടതികളെ ധിക്കരിക്കുന്ന നിലപാടാണ് KSRTC CMDയും KSRTC മാനേജ്മെന്റും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അസന്നിഗ്ധമായി പറയുവാൻ സാധിക്കും. കാരണം അതിന്റെ ഒരു വ്യക്തിമാണ് ഞാൻ. അപ്പോൾ ഈ തുക ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ജീവനക്കാരൻ അടച്ച തുകയിൽ കോർപ്പറേഷൻ അടയ്ക്കാനുള്ള 10% അടച്ചിട്ടില്ല, അത് അടയ്ക്കണമെന്നുള്ളതാണ് ഈ കേസ് സംബന്ധിച്ച വിധി. ഇത് സംബന്ധിച്ച് ജീവനക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഓരോരുത്തരായി ഈ കേസിനെ സമീപിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഏകദേശം 10,000-അടുത്ത് വരുന്ന KSRTCയിലെ പങ്കാളിത്ത പെൻഷൻ വിഭാഗം ജീവനക്കാർ അവരുടെ ആരുടെയും തുക അടച്ചിട്ടില്ല. ഏതാണ്ട് 410 കോടി രൂപയാണ് KSRTC എടുത്തിട്ട് പിച്ചച്ചട്ടി കൈയിട്ട് വാരുക. ഇപ്പൊ നമ്മൾ അടച്ചിട്ടുള്ള തുക, നമ്മുടെ ശമ്പളത്തിൽ നിന്ന് KSRTC പിടിച്ചിട്ടുള്ള തുക, 10% KSRTC അടയ്ക്കേണ്ട തുകയല്ല, നമ്മുടെ ശമ്പളത്തിൽ നിന്ന് ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചിട്ട് പങ്കാളിത്ത പെൻഷനിൽ അടയ്ക്കേണ്ട തുക KSRTC അടച്ചിട്ടില്ല. അത്തരത്തിൽ വേറെ കോടികളുണ്ട്. എന്തൊരു വൃത്തികെട്ട മാനേജ്മെന്റ് സംവിധാനമാണ് KSRTC ചെയ്തുകൊണ്ടിരിക്കുന്നത്. KSRTC മാനേജ്മെന്റിനെ വിമർശിച്ചു എന്നുള്ള പേരിൽ എനിക്കെതിരെ ഒരുപാട് നടപടികളൊക്കെ ആയിട്ട് അവർ വരുന്നുണ്ട്. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ അടുത്ത ദിവസം തന്നെ ഞാൻ വെൽഫെയർ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത് KSRTC മാനേജ്മെന്റ് ഈ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച് അതത് സഹകരണ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും LIC പോലുള്ള ഇൻഷുറൻസുകൾക്കും ജീവൻ കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആശുപത്രി ചെലവിന് മരണപ്പെട്ട കുടുംബാംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി, സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതിക്ക് പോലും ഇവർ പൈസ അടച്ചില്ല. ആ പൈസ എല്ലാം ഭഗവാൻ ചെലവഴിച്ചിരിക്കുക. ഇപ്പൊ അടുത്ത ദിവസം പോലെ നമ്മൾ ഓരോരുത്തരെയായിട്ട് വെൽഫെയർ അസോസിയേഷൻ ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുക. കാരണം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരാളുടെ കാര്യം പറഞ്ഞായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു, 1 രൂപ പോലും ആ സൊസൈറ്റിയിൽ അടച്ചില്ല. ഇപ്പൊ ആ സൊസൈറ്റി അയാൾക്കെതിരെ ജപ്തി നോട്ടീസ് ആയിട്ട് അടച്ചിരിക്കുക. കോർപ്പറേഷൻ പിടിച്ച പൈസ ഇവിടെ നിൽക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ പലിശ, ഇരട്ടിയുടെ ഇരട്ടി പലിശ, പിഴപ്പലിശ. എന്ത് പറയുമ്പോ എന്ത് തള്ളാന്ന് കൂടണം. AC മുറി, KSRTCയിലെ മുഖമുദ്ര മാറി ജീവനക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന പരിപാടി അവസാനിപ്പിക്കണം. ഇതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമാണ്. ആ ഒരു വ്യക്തിയുടെ പൈസ ഇപ്പൊ കൊടുക്കും, നോക്കും. ഇല്ലെങ്കിൽ പിന്നെ MD അവിടെ പോയി ഹാജരാകണമെന്ന് പറഞ്ഞല്ലോ. പക്ഷേ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ കോർപ്പറേഷന്റെ അടയ്ക്കേണ്ട 10% തുകയല്ല, ജീവനക്കാരുടെ കയ്യിൽ നിന്നും പിടിച്ച തുക പോലും കൃത്യമായി കോർപ്പറേഷൻ അടച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സ്ഥാപനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളി ദ്രോഹപരമായ നടപടി. ഒരു സംഘടന എന്ന നിലയിൽ വെൽഫെയർ അസോസിയേഷൻ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കാൻ സാധ്യമല്ല. ഏതായാലും തുടർച്ചയായിട്ടുള്ള ഈ കോടതിയെ ധിക്കരിക്കുന്ന കോർപ്പറേഷൻ മാനേജ്മെന്റിന്റെ ബഹുമാനപ്പെട്ട MDയുടെയും ധിക്കാരപൂർവമായ പെരുമാറ്റത്തിനെതിരെ വെൽഫെയർ അസോസിയേഷൻ ഈ കോടതി ലക്ഷ്യങ്ങളെല്ലാം കണക്കെടുത്തുകൊണ്ട്
ബഹുമാനപ്പെട്ട കോടതിയെ തന്നെ ഈ കാര്യം ധരിപ്പിക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങാനാണ് ഉള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വിവരം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നന്ദി.